തിരഞ്ഞെടുപ്പ് ഫലം വന്നു. പൊടിപടലങ്ങൾ അടങ്ങി. കാറ്റിൻ്റെ ഗതി മാറിയിരിക്കുന്നു. ജനാധിപത്യം അതിൻ്റെ ഏറ്റവും ക്രൂരവും എന്നാൽ സത്യസന്ധവുമായ മുഖം ഒരിക്കൽ കൂടി കാണിച്ചു തന്നിരിക്കുന്നു. നന്നായി പണിയെടുത്താൽ മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് ഒന്നുകൂടെ ഉറപ്പിക്കുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. സത്യങ്ങൾ തുറന്നു പറയാൻ മടിക്കേണ്ടതില്ല. UDF അഭിനന്ദനങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ പ്രതിപക്ഷ നേതാവിന്. അദ്ദേഹം തീർച്ചയായും ആ കയ്യടികൾ അർഹിക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ, ഭാഗ്യമോ കൃത്യതയോ ആകട്ടെ, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നു മുതൽ അവർ പ്രഖ്യാപിച്ചതൊക്കെ ഏതാണ്ട് അച്ചട്ടായി നടന്നു. അത് വെറും ഭാഗ്യം കൊണ്ടാണെന്ന് വിശ്വസിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും കഴിയില്ല. അവരെടുത്ത പണിയിൽ, അല്ലെങ്കിൽ എടുക്കാൻ ഏൽപ്പിച്ചവർ എടുത്ത പണിയുടെ കൃത്യതയിൽ തന്നെയാണ് ആ വിജയത്തിൻ്റെ രഹസ്യം. 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ആഴ്ച മുതൽ തന്നെ UDF അവരുടെ ഗ്രൗണ്ട് വർക്ക് തുടങ്ങിയിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ കേരള ചരിത്രത്തിൽ ഏതൊരു ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എടുത്ത് നോക്കിയാലും ഏറ്റവും മികച്ച ഗവൺമെൻറ് എന്ന് നിസ്സംശയം പറയാമായിരുന്നിട്ട് കൂടി ഇടവേളകളില്ലാത്ത വിധം പ്രതിരോധത്തിലാകാനും ഓരോന്നിനും മറുപടി പറഞ്ഞു പോകാൻ നിർബന്ധിക്കപ്പെടാനും ഇടതുമുന്നണിക്ക് കഴിഞ്ഞു. കാരണം ലളിതമാണ്. UDF എടുത്ത പണിയും അതിനോട് ഇടതുപക്ഷം കാണിച്ച കൗണ്ടർ പണിയെടുക്കാത്ത ഉദാസീനതയും. വിവിധ ജാതിമത സമുദായങ്ങളുടെ ഒരു കൺസോർഷ്യമാണ് എല്ലാ കാലത്തും UDF. അടിയുറച്ച മുസ്ലിം വിരുദ്ധരായ സവർണ ഹിന്ദുക്കളും ക്രിസ്ത്യൻ കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എന്ന ഒറ്റ പൊതു പ്ലാറ്റ്ഫോമിൽ ഒന്നിക്കുന്ന മാന്ത്രികത. ആ കൺസോർഷ്യത്തെ കേരളത്തിലെ ഇടതു വിരുദ്ധ ചേരിയുടെ ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചു. സവർണ ഹിന്ദുക്കൾക്കിടയിൽ ശബരിമല പ്രൊപ്പഗാണ്ട, മുസ്ലിങ്ങൾക്കിടയിൽ വെള്ളാപ്പള്ളിയെ മുൻനിർത്തി CPM ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന പ്രചരണം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ അവർക്ക് വേണ്ട മറ്റൊരു വിഷയം, അങ്ങനെ വളരെ കൃത്യമായ ഒരു മൾട്ടി ലെയർ ഓപ്പറേഷൻ. അതിൽ അവർ 100% വിജയിച്ചു. കേരളത്തിൽ പൊതുവെ ഒരു ചൊല്ലുണ്ട്: ജനങ്ങൾ ഇവിടെ UDF ജയിപ്പിക്കാറില്ല, LDF തോൽപ്പിക്കാറേയുള്ളൂ. ജനങ്ങൾക്ക് LDF ജയിക്കണമെന്ന് തോന്നുമ്പോൾ ഇടതുപക്ഷം ജയിക്കുന്നു. അവരെ തോൽപ്പിക്കണമെന്ന് തോന്നുമ്പോൾ UDF ജയിക്കുന്നു. ആ ലോജിക്ക് ഏറ്റവും ശക്തമായി ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ടാണിത്. ജനങ്ങൾ, അതെ, അത് പാർട്ടി ബന്ധുക്കളടക്കം ഇത്തവണ LDF തോൽപ്പിക്കണമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് വോട്ട് ചെയ്തത്. പാർട്ടി കോട്ടകളിലേറ്റ തിരിച്ചടികൾ മുതൽ സർവ്വസമ്മതരായ കഴിവ് തെളിയിച്ച പല മന്ത്രിമാരുടെ തോൽവിയും വിരൽ ചൂണ്ടുന്നത് അങ്ങോട്ടാണ്. ആ തീരുമാനത്തിൽ ജനങ്ങളുടെ ആ ഒഴുക്കിൽ ജയിച്ചു കയറിയ UDF പോലും സ്വപ്നം കാണാത്ത അനേകം വലത് സ്ഥാനാർത്ഥികളുടെ തവണ. അതിൻ്റെ കൂടെ UDF പരമ്പരാഗത വോട്ട് ബാങ്കായ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി ഏകീകരിക്കപ്പെട്ടപ്പോൾ കേരളം കണ്ടത് ദശാബ്ദങ്ങളിലെ ഏറ്റവും ശക്തമായ തരംഗങ്ങളിലൊന്നാണ്. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ലിബറൽ ഡെമോക്രസിയിൽ ലോകത്തെവിടെയും സദ്ഭരണം മാത്രം വോട്ട് കൊണ്ടുവരില്ല. ലിബറൽ ഡെമോക്രസിയുടെ സ്ട്രക്ചർ തന്നെ നല്ലതും മോശവും വേർതിരിച്ചെടുക്കാനുള്ള നിലയിലുമല്ല. അത് പലവിധം സോഷ്യൽ എലമെൻറ്റുകളോടും അവ നിർമ്മിക്കുന്ന മൂഡുകളോടും പ്രതികരിക്കുന്ന വൈകാരിക നിലയിൽ ഡിസൈൻ ചെയ്യപ്പെട്ടതാണ്. അവിടെ ഒബ്ജക്റ്റിവിറ്റിക്ക്, അതായത് യാഥാർത്ഥ്യങ്ങൾക്ക് വലിയ റോളൊന്നുമില്ല. അവിടെയാണ് ഒരു ഇലക്ഷൻ ഓറിയൻറ്റഡ് പാർട്ടി പോലുമല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫൈറ്റ് ചെയ്യുന്നത്, അതും മെഷീൻ നേരിടാൻ അമ്പും വില്ലുമായി പോകുന്ന അവസ്ഥയും. ഇനി നമുക്ക് ഉള്ളിലേക്ക് നോക്കാം. 3 മുന്നണികൾ തമ്മിലുള്ള മത്സരത്തിൽ ഒരു മുന്നണി തോറ്റു. അത് കമ്മ്യൂണിസത്തിൻ്റെ പരാജയമാണോ? ഒരിക്കലുമല്ല. കാരണം ആ തോറ്റ പാർട്ടിയിൽ എവിടെയായിരുന്നു കമ്മ്യൂണിസം ഉണ്ടായിരുന്നത്? തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജയവും തോൽവിയുമൊക്കെ സ്വാഭാവികമാണ്. ഇലക്ഷൻ വിജയമല്ല രാഷ്ട്രീയമായ ശരി. അങ്ങനെയാണെങ്കിൽ പലതവണ മുഖ്യമന്ത്രിയാവുകയും പിന്നീട് പ്രധാനമന്ത്രി വരെ ആവുകയും ഇപ്പോഴും വിജയം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മോദി ആയിരിക്കണമല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശരി. MLAയോ MPയോ ഒക്കെ വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ഏത് വ്യക്തിക്കും ആകാമെന്ന ന്യായമുണ്ടെങ്കിലും ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പേരുള്ള ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വരെ ആയിരുന്ന ചിലരൊക്കെ വന്ന് ഭദ്രകാളിയോടാണ് കളി, അയ്യപ്പൻ തുണയ്ക്കും എന്നൊക്കെ പരസ്യമായി പത്രസമ്മേളനം നടത്തി പറയുമ്പോൾ കാറൽ മാർക്സിനെ പരസ്യമായി അപഹസിക്കുന്ന അത്തരം ആളുകളുള്ള ഒരു പാർട്ടി തോറ്റാൽ അതെങ്ങനെയാണ് മാർക്സിസത്തിൻ്റെ പരാജയമാകുന്നത്? ജില്ലാ സെക്രട്ടറിമാരുടെ നിലവാരം ഇതാണെങ്കിൽ താഴെ തട്ടിലുള്ളവരുടെ കമ്മ്യൂണിസ്റ്റ് അവബോധം നമുക്ക് ഊഹിക്കാമല്ലോ. 3 സനാതന മുന്നണികൾ തമ്മിലുള്ള മത്സരത്തിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു സനാതന മുന്നണി ജയിച്ചെന്ന് കരുതിയാൽ മതി. ഇനി നമുക്ക് നാളെ മുതൽ 5 കൊല്ലം ഡൽഹിയിലെയും ഹരിപ്പാട്ടയെയും ആലപ്പുഴയിലെയും പറവൂരിലെയും ഒക്കെ വരേണ്യവർഗത്തിൻ്റെ വിവിധ കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കാം.
കഴിഞ്ഞ മന്ത്രിസഭയിൽ കുറച്ചെങ്കിലും നിലപാടിൽ ഉറച്ചു നിന്നിരുന്ന ചിലരുണ്ടായിരുന്നു. തോറ്റാലും അവർക്ക് അന്തസ്സോടെ തോറ്റുകൂടായിരുന്നോ? അയ്യപ്പ സംഗമവും ഒക്കെ നടത്തി സകല ജാതിമത സംഘടനകൾക്കും വഴങ്ങിക്കൊടുത്ത് തോൽക്കുന്നതിനേക്കാൾ വലിയൊരു അന്തസ്സ് ഉണ്ടായിരുന്നല്ലോ ആ നിലപാടിൽ ഉറച്ചു നിന്ന് തോൽക്കുന്നതിന്. സ്വന്തം കോർ ഐഡിയോളജി മറന്ന് വോട്ടിനു വേണ്ടി കാപട്യം കാണിച്ചപ്പോൾ ജനം യഥാർത്ഥ കാപട്യക്കാരെ തന്നെ തിരഞ്ഞെടുത്തു. BJP ഭരിക്കുന്ന ഗുജറാത്തിൽ ഉൾപ്പെടെ നടപ്പിലാക്കിയ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം 10 വർഷം ഭരിച്ചിട്ടും നടപ്പിലാക്കാൻ ഗഡ്സില്ലാതെ മതവാദികളെ പ്രീണിപ്പിച്ച് തോറ്റ് തുന്നമ്പാടി ഇറങ്ങിപ്പോകുന്നതിലും വലിയ ഗതികേടുണ്ടോ? സൈമൺ ബ്രിട്ടോ കൊണ്ടുവന്ന മൃതദേഹ സംരക്ഷണ ബില്ലെങ്കിലും സഖാവ് MM ലോറൻസിൻ്റെ മൃതദേഹം വച്ച് വില പേശിയപ്പോഴെങ്കിലും നടപ്പിലാക്കാനുള്ള ആർജവം കാണിക്കാമായിരുന്നു. അതില്ല. സ്വയം നാണം കെട്ട് തോൽക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമായിരുന്നു നിലപാടുകളുടെ പേരിലുള്ള ഒരു വീരമൃത്യു. ഇനി ജയിച്ചവരോട്, കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് വർഗീയതയെ പ്രതിരോധിക്കാനാണെന്ന് ചിലർ പറയുന്നു. കോൺഗ്രസ് എന്താ വർഗീയതയുടെ കാര്യത്തിൽ മോശമാണോ? ഇന്ന് BJP ഉയർത്തിക്കാണിക്കുന്ന രാമരാഷ്ട്രീയവും പശു രാഷ്ട്രീയവും ഒക്കെ കോൺഗ്രസിൻ്റെ സംഭാവനയല്ലേ? BJP അത് കോൺഗ്രസിനേക്കാൾ ഭംഗിയായി ചെയ്യുന്നു എന്നല്ലേയുള്ളൂ. എന്തിന്? കേരളത്തിലെ അയ്യപ്പ രാഷ്ട്രീയം പോലും കോൺഗ്രസിൻ്റെ സൃഷ്ടിയാണ്. അന്ന് സ്ത്രീ പ്രവേശന വിധി വന്നപ്പോൾ RSSും BJPയും ആദ്യം അതിനെ സ്വാഗതം ചെയ്തല്ലേ? പിറ്റേന്ന് തന്നെ നിലയ്ക്കൽ പോയി പന്തൽ കെട്ടി സമരം തുടങ്ങിയത് കോൺഗ്രസ്സുകാരായിരുന്നല്ലോ. പിന്നെ ഇവന്മാരല്ല ഞങ്ങളാണ് യഥാർത്ഥ ഹിന്ദുത്വവാദികൾ എന്ന് പ്രൂവ് ചെയ്യേണ്ട ഗതികേട് BJPക്ക് ഉണ്ടാക്കിയത് ഇവന്മാർ തന്നെയല്ലേ? അങ്ങനെയാണ് BJPക്ക് അവിടെ ആർത്തവ ലഹളയ്ക്ക് ഇറങ്ങേണ്ടി വന്നത്. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോഴും BJP ആയിരുന്നില്ലല്ലോ ഭരിച്ചിരുന്നത്. ഷബാനു കേസിലും മേരി റോയിയുടെ കേസിൽ വിധി അട്ടിമറിക്കാൻ ബില്ല് കൊണ്ടുവന്നപ്പോഴും ആചാര സംരക്ഷണ കോമഡി ബില്ലിലൂടെയുമൊക്കെ BJPയേക്കാൾ വർഗീയ പ്രീണനം നടത്താൻ തങ്ങൾക്ക് മടിയില്ല എന്ന് മുൻപേ പ്രൂവ് ചെയ്തവരാണല്ലോ അവർ. മതമാണ് മറ്റെന്തിനേക്കാളും വലുതെന്ന് വിശ്വസിക്കുന്നവരുടെ ലഡു വിതരണമൊക്കെ ആ ഒരു അജണ്ടയുടെ ഭാഗം മാത്രമാണ്. അത്തരമൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതിനേക്കാൾ ഭേദം BJPക്ക് വോട്ട് ചെയ്യുന്നതാണെന്ന് ചിന്തിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ ഇതെല്ലാമാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്. 10 വർഷം ഈ സർക്കാർ ചെയ്തതിൻ്റെ ഗുണഫലം കേരളവും ഈ സംസ്ഥാനത്തെ ഓരോ മനുഷ്യരും അനുഭവിക്കും. മികച്ച റോഡുകളും പാലങ്ങളും ഉന്നത നിലവാരത്തിലെ സ്കൂളുകളും ആശുപത്രികളും ദേശീയപാതയും മലയോര ഹൈവേയും തീരദേശ ഹൈവേയും വാട്ടർ മെട്രോയും തുരങ്കപാതയും വൻകിട IT വികസനങ്ങളും വ്യവസായ ടൂറിസം വികസനങ്ങളും അനേക ലക്ഷം മനുഷ്യരുടെ കണ്ണീരൊപ്പിയ ലൈഫ് മിഷനും ആർദ്രം പദ്ധതിയും ക്ഷേമ പെൻഷനുകളുമെല്ലാം 10 വർഷത്തിനിടെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ വികസനങ്ങളാണ്. ഇനി വരുന്ന ഏതൊരു ഗവൺമെൻറ്റിന് മുന്നിലും ചെക്ക് വച്ച് ഒരു ബെഞ്ച് മാർക്ക് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനോട് കമ്പീറ്റ് ചെയ്യാത്ത ഒരു ഭരണത്തെയും മലയാളികൾ ഇനി അംഗീകരിക്കുകയുമില്ല. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ UDFന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തോൽവികൾ പാഠങ്ങളാണ്. സർക്കാരും പാർട്ടിയും രണ്ടാണെന്നും സർക്കാരല്ല സംഘടനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പരമപ്രധാനമെന്നും മറന്നുപോയതാണ് തോൽവിയുടെ പ്രധാന കാരണമായി പാർട്ടി ബന്ധുക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാരിൻ്റെ നാവായി സർക്കാരിനെ പ്രതിരോധിക്കേണ്ട ജോലിയല്ല പാർട്ടിയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും പണി. നിർഭാഗ്യവശാൽ അതായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ സംഭവിച്ചത്. ഈ വിമർശനങ്ങളൊക്കെ വാലിഡാണ്. പാർട്ടിക്ക് പോരായ്മയുണ്ടെങ്കിൽ അത് തിരുത്താൻ ബാധിതപ്പെട്ട പാർട്ടി അംഗങ്ങളുടെയും അനുഭാവികളുടെയും കൂടി പോരായ്മയാണത്. തിരഞ്ഞെടുപ്പിലൂടെ മാത്രമല്ല തിരുത്തൽ സാധ്യമാവുക എന്നതും അത് നിരന്തരം നടക്കേണ്ട പ്രക്രിയയാണെന്നും നമ്മൾ അംഗീകരിക്കണം. രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഒഡീഷയിലുമൊക്കെയുള്ള ജാതി ഗ്രാമങ്ങളിൽ ഇന്നും കുടിലുകളിൽ കഴിയുന്ന അനേക ലക്ഷം കർഷക തൊഴിലാളി മനുഷ്യർക്കിടയിൽ ജന്മി ജമീന്ദാർ ഭൂപ്രഭു മൈനിങ് മാഫിയകളുടെ ഭീഷണികൾക്ക് മുന്നിൽ ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കുന്ന കിസാൻ സഭ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുണ്ട്. മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ കിസാൻ സഭ പ്രവർത്തനത്തിനെതിരെ ജന്മി ഗുണ്ടാ നേതാക്കളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ രാത്രി ഉറങ്ങാതെ ആയുധങ്ങളുമായി കാവൽ നിൽക്കേണ്ടി വരുന്ന നേതാക്കളുടെ വാർത്ത നമ്മൾ കണ്ടതാണ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം നേരിടേണ്ടി വരുന്ന അനുഭവങ്ങളാണത്. പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ 15 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായ പാർട്ടി രക്തസാക്ഷികൾക്ക് കണക്കില്ല. അപ്പോഴും ഈ തിരഞ്ഞെടുപ്പിന് ശേഷവും അവിടെയും സഖാക്കൾ കൊടി പിടിച്ച് പൊരുതുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പുകൾ തീരുമാനിക്കുന്നതല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം. ഭരണമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത കോൺഗ്രസ് ലീഗ് വലതുപക്ഷത്തിന് 10 വർഷം കാത്തിരുന്ന് പണിയെടുത്ത് ഭരണം നേടാമെങ്കിൽ ഐഡിയോളജിക്കലി ഡ്രിവണായ കേഡർ ബേസ്ഡുള്ള ഒരു പ്രസ്ഥാനത്തിന് അത് അതിലും എളുപ്പം സാധിക്കും. പോരായ്മകൾ തിരുത്തി പാർട്ടി തിരിച്ചു വരിക തന്നെ ചെയ്യും. നേതാക്കളും പാർട്ടിയും തിരുത്തേണ്ടത് അവർ ചെയ്യട്ടെ. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്തിന് കാത്തു നിൽക്കാതെ മാനസികാരോഗ്യം വീണ്ടെടുത്ത് തിരിച്ചു വരവിനുള്ള പണികളാകട്ടെ ഇന്നു മുതൽ ഓരോ മനുഷ്യൻ്റെയും മുന്നിലുള്ള ഒന്നാമത്തെ അജണ്ട. കാരണം നിങ്ങൾ തമാശയായി പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, കനലൊരു തരി മതി. പക്ഷേ തമാശയല്ല,
അതെ, കനലൊരു തരി മതി, അത് വീണ്ടും ആളിക്കത്താൻ.